അപ്പം ഞങ്ങൾ എല്ലാവരും ലണ്ടനിൽ പോയിട്ട് വരാം. നമുക്ക് ഇത് ലണ്ടനിൽ വെച്ച് കാണാം. അടുത്ത കൊല്ലം ഇനി വീട്ടിലേക്കുള്ളൂ കേട്ടോ. അല്ല ഇനി അടുത്ത കൊല്ലം വീട്ടിലേക്കുള്ളൂ. ഈ വർഷം എങ്ങനെ എഴുന്നേക്കും ഞാൻ? അപ്പം ഞങ്ങൾ എവിടെ എത്തി? നോക്ക് എല്ലാവരും നാട്ടിൽ പോണ ലുക്ക്. അതെ, നാട്ടിൽ പോകുന്ന പോലെ. ഞങ്ങളുടെ ട്രെയിൻ സ്റ്റേഷൻ. ഇനി ഞങ്ങൾ പോയിട്ട് ടിക്കറ്റ് കളക്ട് ചെയ്യണം. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ടിക്കറ്റ് കളക്ട് ചെയ്തു. മിന്നു പല പല സ്ഥലങ്ങളിൽ പോയി ഫോട്ടോ എടുക്കുന്നതാണ്. ഇത് ഞങ്ങളെല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞങ്ങളെല്ലാവരും കൂടെ പോവുക. കണ്ടല്ലോ അല്ലേ? ഇത് ട്രെയിൻ സ്റ്റേഷൻ്റെ ഉള്ളിൽ കയറാൻ പോവാം. എന്തൊക്കെയാവും അങ്ങനെ ഞങ്ങളുടെ കയ്യിൽ ടിക്കറ്റൊക്കെ കിട്ടി. ഞങ്ങളെല്ലാവരും ഒരുമിച്ചായ സന്തോഷത്തിലായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ പ്ലാറ്റ്ഫോം കണ്ടുപിടിക്കേണ്ട തിരക്കിലാണ്. അപ്പം നോക്കിയപ്പോൾ 1, 2, 1A ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട്. ഞങ്ങളുടെ പ്ലാറ്റ്ഫോം 2A ആയിരുന്നു. ഇതെവിടെയായിരിക്കും, എങ്ങോട്ടായിരിക്കും ഒന്നും അറിയുന്നില്ല. അങ്ങോട്ടും പോകുന്നുണ്ട് ട്രെയിന്, 2 സൈഡിലേക്ക് ട്രെയിന് പോകുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഏതിലേക്ക് പോകണമെന്ന് അറിയില്ല. ഏതായാലും ട്രെയിനിൻ്റെ ഫ്രണ്ടിൽ ഇന്ന സ്ഥലം കഴിഞ്ഞു. പക്ഷേ ലണ്ടൻ എന്നുള്ള ഡയറക്റ്റ് അല്ലായിരുന്നു, ഞങ്ങൾക്ക് പകുതി വെച്ച് ഇറങ്ങണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കൺഫ്യൂഷനായി. ഏതായാലും വേഗം എങ്ങോട്ടെങ്കിലും തപ്പിപ്പിടിച്ച് പ്ലാറ്റ്ഫോം കണ്ടുപിടിക്കാൻ എന്നുള്ള രീതിയിൽ ഞങ്ങൾ അങ്ങോട്ട് ഒരു സ്റ്റെപ്പ് കയറാൻ വേണ്ടി പോകുകയാണ് കേട്ടോ. നമ്മളിഞ്ഞ പ്ലാറ്റ്ഫോം 2ലേക്ക് എങ്ങനെ പോകണം? അങ്ങോട്ട് പോകാം. വണ്ടന്മാർ ലണ്ടനിലേക്ക്. ഇതേ ഗൈസ്, വണ്ടന്മാർ ലണ്ടനിലേക്ക്. സ്റ്റെപ്പ് കയറണോ? സ്റ്റെപ്പ് കയറണോ? ആണോ? എന്നാ കയറാം ഗൈസ്. ഞങ്ങൾ പോവുകയാണ് ഗൈസ്. ഗൈസ് ഞങ്ങൾക്ക് ഒരെണ്ണം കേറി. ആരൊക്കെ അങ്ങനെ ഞങ്ങളുടെ സമയം ഏകദേശം അടുത്തുനിന്ന് മനസ്സിലായി. അപ്പം നോക്കിയപ്പോൾ ഇതേ ഒരു ട്രെയിൻ വരുന്നു. അതിൻ്റെ ഫ്രണ്ടിൽ ഏതായാലും സ്റ്റാൻഫോർഡിന് എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് സന്തോഷം. ഞങ്ങൾക്ക് അവിടെ ചെന്നിട്ട് ഇറങ്ങിയിട്ട് ബാക്കി കാര്യം നോക്കിയാൽ മതിയല്ലോ. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്, നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇല്ലേ. അപ്പോൾ ഞങ്ങൾ ട്രെയിൻ കണ്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. എല്ലാം നല്ല വേഗൻ്റായി കിടക്കുന്നു. നമ്മുടെ നാട്ടിലെ പോലെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അത് കയറാനുള്ള തിരക്കായി ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ പോകാനുള്ള ട്രെയിനാണ്. അങ്ങനെ ഞങ്ങൾ ലണ്ടനിലേക്കുള്ള ട്രെയിനിൽ കയറി മക്കളെ. കയറിയപ്പോൾ നോക്കിയപ്പം 2 സൈഡ് നോക്കിയപ്പോഴും എംപ്റ്റി ആയിട്ട് കിടക്കുന്നു. എവിടെ ഇരിക്കണം എന്നുള്ള കൺഫ്യൂഷനിലായി ഞങ്ങളെല്ലാവരും. എന്തായാലും വേണ്ടില്ല, ഒരു സ്ഥലത്ത് ഇരുന്നേക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ 2 ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഞങ്ങൾ 2 ഫാമിലിയും കൂടെ ഇരുന്നിട്ട് ബാക്കി കണ്ടോളൂ. അപ്പോൾ ഞങ്ങളെല്ലാവരും കയറി. ട്രെയിനിൽ നിന്ന് കഴിക്കാൻ സ്പെഷ്യൽ ഫുഡ് അമ്പിളിയുടെ വക. അമ്പിളിക്ക് വിശന്ന് നേരത്തെ, അതുകൊണ്ട് അമ്പിളി കഴിക്കുന്നു. ഈ വീഡിയോ ഇടുമ്പോൾ കമൻറ്റ് നമ്മുടെ ഇനി അടുത്തത് ആദ്യം വേസ്റ്റ് കളയണം. ഞങ്ങൾ ഇതാണ് അടുത്ത ട്യൂബ് കയറിയിട്ട് വേണം ഇനി അടുത്തതിലേക്ക് എങ്ങനെയാണ് പോയി നോക്കാം. ഞങ്ങളങ്ങനെ സ്റ്റാൻഫോർഡിൽ ട്രെയിൻ ഇറങ്ങി. അതിനുശേഷം ട്യൂബ് വഴി ലണ്ടനിൽ എത്തുകയാണ് ചെയ്തത്. ട്യൂബ് എന്ന് പറയുമ്പോൾ വേറെ എന്തൊക്കെയാണ് വിചാരിച്ചത്, പക്ഷേ അതൊന്നും അല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ലണ്ടനിലെത്തി. അപ്പം ഞങ്ങൾ ഈ ലണ്ടൻ ബ്രിഡ്ജിലേക്ക് പോകാനുള്ള വഴി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. കാണാതെ പോയ ആടുകുട്ടി. അതെ. ആർക്ക് വേണ്ടിയാണോ വീഡിയോ എടുക്കുന്നത്? ലൈവാണോ? അയ്യോ, നല്ല വലിയ ബിൽഡിംഗ് ഒക്കെ കാണുന്നുണ്ട്. കയ്യിൽ നിന്ന് ഫോൺ തെറിച്ച് പോകുന്ന മട്ടാണ് ഫോൺ കണ്ടിട്ട്. അപ്പം ലണ്ടൻ ബ്രിഡ്ജിൻ്റെ ദൂരെയുള്ള കാഴ്ച ഇങ്ങനെ ഇരിക്കും. കണ്ട, ഇനി അടുത്ത് പോയിട്ട് കാണാം. അങ്ങനെ
അങ്ങനെ ഞങ്ങൾ ട്യൂബ് ഇറങ്ങി ടവർ ബ്രിഡ്ജിലേക്കാണ് നേരെ പോയത്. അപ്പോൾ അതിൻ്റെ ലോങ് വ്യൂ ആണ് നിങ്ങളിപ്പോൾ ഇത്ര നേരം കണ്ടത്. ഇനി അതിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അടുത്തത് കാണാം കേട്ടോ. ജെറുസലേം ഇത് കണ്ടോ, ഒലിവ് ട്രീ മെയ്ഡ് ഇൻ ബെത്ലഹേമാണ്. അപ്പം ഞങ്ങൾ ആ പാലത്തിൽ നിന്ന് ഇങ്ങനെ പോന്നു കേട്ടോ. ഇനി ഞങ്ങൾ അടുത്തേക്ക് പോവാണ്, ലണ്ടൻ ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക്. പോരെ വീഡിയോ കോൾ ചെയ്യുന്ന മലയാളി അവരെന്തി പോയോ? ഗൈസ്, അങ്ങനെ ഞങ്ങൾ ലണ്ടൻ ബ്രിഡ്ജ് എത്തിയിരിക്കുന്നു. ഞങ്ങൾ മിഷൻ സക്സസ്സായിരിക്കും. ഞങ്ങൾ ലണ്ടൻ ബ്രിഡ്ജ് കണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഏകദേശം ടവർ ബ്രിഡ്ജിൻ്റെ അടുത്ത് എത്താനായി. ആ സമയത്താണ് ഇങ്ങനെ ഒരു ട്രീ കണ്ടത് കേട്ടോ. ഫുൾ ഗ്ലാസും ലൈറ്റും ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല ഭംഗിയുള്ള ട്രീ ആയിരുന്നു. പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങളുടെ പുറത്ത് അത്യാവശ്യം ലോഡും ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് വേണ്ട വെള്ളം, കഴിക്കാനുള്ള ഭക്ഷണം ഇതൊക്കെ കരുതിക്കൊണ്ടാണ് ഞങ്ങൾ പോയത്. രാത്രി ആയതുകൊണ്ടും ന്യൂ ഇയർ ആയതുകൊണ്ടും ഒന്നും കിട്ടില്ലെന്ന് അറിയാമായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു എല്ലായിടത്തും. എന്ത് ഭംഗിയാണ് കാണാനല്ലേ. അങ്ങനെ ഞങ്ങൾ ബ്രിഡ്ജിൻ്റെ താഴെ എത്തി. അത് സ്റ്റെപ്പ് വഴി കയറാവുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേങ്കിൽ അവർ പറഞ്ഞു വേറെ വഴിക്ക് പൊക്കോളാൻ. അങ്ങനെ തിരിഞ്ഞു. ബ്രിഡ്ജ് കയറാനുള്ള വേറെ വഴി കൂടെ. അതെ, എനിക്ക് ഇറങ്ങിപ്പോരാൻ തോന്നുന്നു. പക്ഷേ എനിക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ വേറെ വഴിക്ക് ഇതിലേ കയറി ഫസ്റ്റ് ലെഫ്റ്റ്. ഇതാണോ? അങ്ങനെ നമ്മൾ ആ ലോങ് വ്യൂവിൽ നിന്ന് കണ്ട മനോഹരമായ നമ്മുടെ ടവർ ബ്രിഡ്ജിലേക്ക് ഞങ്ങളെല്ലാവരും കയറി. ഒരുപാട് നടക്കാനുണ്ട്. നടന്നിട്ടാണ് ഈ ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് കയറിയത്. ഈ ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് വീണ്ടും കയറാൻ നമുക്ക്, പക്ഷേങ്കിൽ അതിന് പാസ് എടുക്കണം. അത് നോക്കിയില്ല. ഓൾറെഡി എല്ലാവരും ടയേർഡായിരുന്നു. എന്തായാലും വേണ്ടില്ല, ഞങ്ങൾ നടന്ന് മുമ്പോട്ട് നീങ്ങി. നല്ല ഭംഗിയുള്ളതും നല്ല മനോഹരമായ കാഴ്ച. അതിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നും കേട്ടോ. നല്ല രസമാണ് കാണാൻ. പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ ഒഴുകുന്ന ഒരു നദി, അതും കാണാൻ നല്ല ഭംഗിയുണ്ട്. കാണാൻ നല്ല ഭംഗിയാണെങ്കിലും പക്ഷെങ്കിൽ അതിൽ കുറച്ച് സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. തേംസ് നദി, അതിനെപ്പറ്റി നിങ്ങൾക്കും അറിയാമായിരിക്കും ഒരു പക്ഷേങ്കിൽ. അപ്പോൾ അതിലൂടെ ബോട്ടിങ് നടക്കുന്നുണ്ട്. എന്തായാലും കാരണം 1-ാം തീയതി അല്ലേ, ഇഷ്ടം പോലെ തിരക്കുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു വലിയ ക്യൂ തന്നെ, നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ഒരു ക്യൂ ഉണ്ടല്ലോ, ആ ക്യൂ ഇവിടെ കണ്ടു. എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇത് ബോട്ടിങ്ങിന് വേണ്ടിയുള്ള ക്യൂ ആണെന്ന് മനസ്സിലായത്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ പുറത്തുള്ള സാധനങ്ങളും ഞങ്ങളുടെ കയ്യിലുള്ള ഞങ്ങളുടെ മൊബൈലും നല്ല കാറ്റും ഉണ്ടായിരുന്നു. ഈ കാറ്റിൽ നടക്കുമ്പോൾ മൊബൈൽ കൈ പിടിക്കാൻ ഒരു വിധത്തിൽ പറ്റുന്നില്ല. പിന്നെയാണെങ്കിൽ തണുപ്പ്, ഇതെല്ലാമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് നീങ്ങുകയാണ്. എന്തായാലും വേണ്ടില്ല, കാണാതിരിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം അത്രയും ഭംഗിയാണ് അന്നത്തെ നൈറ്റിലെ കാഴ്ച. എന്നും ഇതുപോലെ തന്നെ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നൈറ്റ് വ്യൂ. നമ്മൾ ആദ്യമായിട്ടായതുകൊണ്ട് വേറെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. ഞങ്ങൾ കണ്ടുപിടിച്ച് ഞങ്ങൾ ഓരോന്നായിട്ട് പോവുകയായിരുന്നു ചെയ്തത്. അങ്ങനെ നമ്മുടെ ബ്രിഡ്ജ് ഇറങ്ങി വീണ്ടും ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു പാലസിൻ്റെ സൈഡിലൂടെയാണ് പിന്നെ പോകുന്നത്. ഈ പാലസിൻ്റെ സൈഡിലൂടെ നടന്നിട്ട് എത്തുന്ന ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഫ്രണ്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അതും ഒരുപാട് നടക്കേണ്ട വന്നു. പക്ഷെങ്കിൽ അതിൻ്റെ സൈഡിൽ കെട്ടിയിരിക്കുന്ന ആ മതിൽ ഒരു കാണേണ്ട കാഴ്ച തന്നെയാണ്. അത്രയും ഭംഗിയായിട്ടാണ് ആ മതിൽ കെട്ടിയത്. കാരണം ഒരു വിധത്തിലും ആർക്കും അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. ആ രീതിയിലുള്ള ഒരു കെട്ടാണ് ആ മതിൽ കെട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ സുരക്ഷ ഒന്ന് ആലോചിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ട് വരെ എത്താൻ നോക്കിയത്. പക്ഷേങ്കിൽ അന്ന് അവിടെ ക്ലോസ്ഡ് ആയിരുന്നു. കാരണം തിരക്കായതുകൊണ്ടായിരിക്കാം. പാസ് കൊടുത്താൽ നമുക്ക് കയറാൻ പറ്റുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേങ്കിൽ അന്ന് കയറാൻ പറ്റിയില്ല, ക്ലോസ്ഡ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ടിലെത്താൻ വേണ്ടിയിട്ടാണ് ഇത്രയും നടന്നത്. അപ്പോൾ ഇത്രയും നടന്നെത്തിയ പാലസിൻ്റെ ഫ്രണ്ട് ഭാഗം ആണ് ഇത്. ക്ലോസ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ആദ്യം കറങ്ങി അതുവഴി പോയി, അങ്ങനെ ചുറ്റി അങ്ങനെ ലണ്ടൻ ബ്രിഡ്ജ് കയറി ഞങ്ങൾ തിരിച്ച് ഇങ്ങനെ വരുന്നു. ഇനി ഞങ്ങൾ ഫയർ വർക്ക് കാണാൻ പറ്റുമോ എന്ന് നോക്കട്ടെ.
അഞ്ഞ് ലണ്ടൻ ഐയിലേക്ക് കുറച്ചുകൂടെ നടക്കാനുണ്ട്. നല്ല തിരക്കാണ്, എല്ലായിടത്തും നല്ല തിരക്കാണ്. അങ്ങനെ ഏകദേശം സമയം 12 മണി ആവാനായി. 12 മണിക്കാണല്ലോ ഫയർ വർക്ക് നടക്കുന്നത്. അപ്പോൾ അത് ലണ്ടൻ ഐയുടെ സൈഡിലാണ്, ലണ്ടൻ ഐയുടെ അവിടെ വെച്ചിട്ടാണ് ഫയർ വർക്ക് നടക്കുന്നത് അറിഞ്ഞു. ഞങ്ങൾ അങ്ങനെ നടന്നപ്പോൾ കുറേ പേര് ഞങ്ങൾ പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നുണ്ട്, കുറേ പേര് നേരെ പോകുന്നുണ്ട്. അപ്പോൾ ഇത് എവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് കാണാൻ ഞങ്ങൾക്ക് കറക്റ്റ് അറിയുന്നുണ്ടായിരുന്നില്ല. എന്തായാലും ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് തന്നെ നടന്നു. ഒരു സ്ഥലത്ത് നടന്നപ്പോൾ ഒരു മെയിൻ കാണാൻ പറ്റിയ സ്ഥലം ക്ലോസ് ചെയ്തിരിക്കുകയാണ്. കാരണം അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും ഫയർ വർക്ക് കാണാമായിരുന്നു. പക്ഷേങ്കിൽ ഒരുപാട് തിരക്കായിരുന്നു. ഈ കാണുന്ന ആളുകളെല്ലാം കയറാൻ പറ്റാതെ നിൽക്കുന്നവരാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമയം കഴിഞ്ഞപ്പോൾ അവരത് ക്ലോസ് ചെയ്തു. കാരണം എനിക്ക് തോന്നുന്നു നല്ല തിരക്കായിട്ടുണ്ടായിരിക്കാം എന്ന്. എങ്കിൽ ഞങ്ങൾ തിരിച്ചു പോരുകയാണ് ചെയ്തത്. അങ്ങനെ പിറ്റേ ദിവസം മോർണിംഗിൽ ഞങ്ങളുടെ ഇപ്സ്വിച്ച് ട്രെയിൻ സ്റ്റേഷൻ